എല്ലാ വിദ്യാർത്ഥികൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ 4ാമത്തെ ചാപ്റ്ററായ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ഇതാണ് തുടങ്ങിയത് അല്ലേ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ലോറൻസ് ഫോഴ്സ് എന്താണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ പഠിച്ചതാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു ചാർജ് വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അതിന് അനുഭവപ്പെടുന്ന ഫോഴ്സ്, ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ, അതായത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് റൈറ്റ് ഹാൻഡ് പാം റൂൾ എന്നുള്ള റൂള് ഉപയോഗിച്ചത്. അപ്പോൾ ആ റൈറ്റ് ഹാൻഡ് പാം റൂൾ എന്താണെന്നുള്ളത് നമ്മൾക്കറിയാം അല്ലേ. നമ്മുടെ 4 ഫിംഗേഴ്സ്, ഈ 4 ഫിംഗേഴ്സും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ പിടിക്കുമ്പോൾ നമ്മുടെ തമ്പ് എന്ത് ചെയ്യുക, തമ്പ് ആ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ പിടിക്കുക. അങ്ങനെ പിടിക്കുന്ന സമയത്ത് നമ്മുടെ പാം എങ്ങോട്ടാണോ നിൽക്കുന്നത് അതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ അവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ സൂചിപ്പിക്കാൻ നമ്മൾ 2 മോഡൽ സിമ്പിൾസ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഒന്ന് നമ്മൾ ക്രോസ് ആയിട്ടായിരുന്നു, ഇങ്ങനെ ക്രോസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ക്രോസ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടാണ്, മൂവിങ് ഇൻ ടു ദി പ്ലെയിൻ, ഈ ബോർഡിൻ്റെ ഉള്ളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേസിൽ ഇതാ ഒരു ക്യൂ എന്നുള്ള ഒരു ചാർജ്, ഇതാ ഇവിടെ ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് ഇതിങ്ങനെ ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്തിരുന്നത്, ഇവിടെ ഈ ചാർജിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷനാണ് ഞാനിതാ ഇവിടെ കാണിച്ചിട്ടുള്ളത്. വി എന്നുള്ള വെലോസിറ്റിയിൽ ചാർജ് ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദി പ്ലെയിൻ, ഈ പ്ലെയിനിൻ്റെ ഉള്ളിലേക്കാണ്. അപ്പോൾ നമ്മുടെ 4 ഫിംഗേഴ്സ് എന്ത് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിൽ പിടിക്കുക. തമ്പ് എങ്ങോട്ട് പിടിക്കണം, ചാർജ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ, അതിൻ്റെ വെലോസിറ്റി, അപ്പോൾ ഇങ്ങോട്ട് പിടിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾക്കറിയാം ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഈ പാം അല്ലേ, നമ്മുടെ ഉള്ളം കൈ എങ്ങോട്ട് നിൽക്കുന്നത് മുകളിലേക്കാണ്. അപ്പോൾ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഫോഴ്സിൻ്റെ ഡയറക്ഷന് കാണിക്കും. ഓക്കെ, അപ്പോൾ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഫോഴ്സ് അങ്ങോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന റിസൾട്ടൻ്റ് വെലോസിറ്റി, ഈ ചാർജിനെ ഒരാൾ ഇങ്ങോട്ടും വലിക്കുന്നുണ്ട്, ഒരാൾ ഇങ്ങോട്ടും വലിക്കുന്നുണ്ട്. അപ്പോൾ ചാർജ് സ്വാഭാവികമായിട്ട് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക, ഇതാ ഇങ്ങനെ ഒരു ഡയറക്ഷനിലാണ് ചാർജ് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളത് കഴിഞ്ഞ വർഷം നമ്മുടെ വെക്റ്റർ അല്ലേ, വെക്റ്ററിൻ്റെ റിസൾട്ടൻ്റ് വെക്റ്റർ കണ്ടുപിടിക്കാൻ പാരലലോഗ്രാമൊക്കെ പഠിച്ചിരുന്നു. അതേപോലെ നമ്മൾക്ക് ഇവിടെ റിസൾട്ടൻ്റ് വെലോസിറ്റി ഇങ്ങോട്ടായിരിക്കും, ഡയഗണലായിട്ടായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, നേരത്തെ ചാർജിനെ നമ്മൾ ഇങ്ങനെ പിടിച്ചിരുന്നു, അതിന് പകരം എന്ത് ചെയ്യേണ്ടി വരും, ഇപ്പോഴുള്ള വെലോസിറ്റി ഇങ്ങോട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിൽ നമ്മുടെ 4 ഫിംഗേഴ്സ് എന്ത് ചെയ്യുക, അങ്ങോട്ട് പിടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ തമ്പ് വെലോസിറ്റി ഡയറക്ഷന് ഇപ്പോൾ ഇങ്ങോട്ടാണ് അല്ലേ, ഇങ്ങോട്ട് പിടിക്കുക. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളം കൈ, അതായത് പാം എങ്ങോട്ടാണ് നിൽക്കുന്നത്, ഇങ്ങോട്ടാണ്. ഓക്കെ, അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ഇതാ ഇവിടെ ഫോഴ്സിൻ്റെ ഡയറക്ഷന് ഇങ്ങോട്ടാണ്. ഓക്കെ, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ വെലോസിറ്റി ഇങ്ങോട്ടാവുമ്പോൾ ഈ 2 വെക്റ്റേഴ്സും മൂലം വെലോസിറ്റി ഇങ്ങോട്ടായി. അപ്പോൾ നമ്മൾ ഇവിടെ റൈറ്റ് ഹാൻഡ് പാം റൂൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതാ നമ്മുടെ പാം നിൽക്കുന്നത്, ഇതാ തമ്പ് അങ്ങോട്ട് പിടിച്ച് വെലോസിറ്റി ഡയറക്ഷനിൽ, അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷന് ഈ 4 ഫിംഗേഴ്സ്. നമ്മുടെ റൈറ്റ് ഹാൻഡ് പാം റൂൾ മനസ്സിലാവാത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ക്ലാസ് ഒന്നും കൂടി നിങ്ങൾ കാണണം. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ പാം വെലോസിറ്റി ഡയറക്ഷനിൽ പിടിച്ചു, അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിൽ 4 ഫിംഗേഴ്സ് അങ്ങോട്ട് പിടിച്ചു. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ പാം നിൽക്കുന്നത് ഇങ്ങോട്ടാണ്. ഓക്കെ, അതാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇവിടെ കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഫലമായിട്ട് നമ്മൾക്ക് കിട്ടുന്ന വെലോസിറ്റി, ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് ആയിട്ടുള്ള വെലോസിറ്റി നമ്മൾക്ക് ഏകദേശം ഇവിടെ ആയിരിക്കും കിട്ടുക വെലോസിറ്റി. ഓക്കെ, അതിൻ്റെ റിസൾട്ടൻ്റ് വെലോസിറ്റി, ചാർജിന് ഒരാൾ ഇങ്ങോട്ട് വലിക്കുന്നു, ഒരാൾ ഇങ്ങോട്ട് വലിക്കുന്നു, അപ്പോൾ ഇങ്ങോട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ വീണ്ടും വെലോസിറ്റി ഇവിടെയായി. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ അങ്ങോട്ട്,
ഇതാ വെലോസിറ്റി ഇങ്ങോട്ട്, ഇങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾക്ക് അടുത്തത് കിട്ടുന്ന എങ്ങോട്ടായിരിക്കും? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇതാ ഇങ്ങോട്ട് അല്ലേ. അപ്പോൾ ഇതാ ഫോഴ്സിൻ്റെ ഡയറക്ഷന് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കറങ്ങി വരും. ഓക്കെ, ഇതാ ഇനി അടുത്തത് പിന്നെ നമ്മൾക്ക് വീണ്ടും എന്ത് ചെയ്യാം? ഇതാ ഫോഴ്സ് അല്ലേ, ഫോഴ്സ് ഇങ്ങോട്ടാണ്, വെലോസിറ്റി ഇങ്ങോട്ടാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് വെലോസിറ്റി ഇവിടെ ആയിരിക്കും വരിക, ഏകദേശം ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും ഇതാ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇതാ അടുത്തത് ഫോഴ്സ് ഇങ്ങോട്ട്. അങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരും എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലാർ പാത്ത്. ഓക്കെ, ഒരു സർക്കുലാർ പാത്തിൽ ഈ ചാർജ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ചാർജ് ഇതാ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇൻ ടു ദി പ്ലെയിൻ, ഈ പ്ലെയിനിൻ്റെ ഉള്ളിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ വെലോസിറ്റിയും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. വി ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ. ഇങ്ങനെ പെർപെൻഡിക്കുലർ ആവുന്ന കേസാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇങ്ങനെ ചാർജ്ഡ് പാർട്ടിക്കിൾ സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർജ് ക്യൂ എന്നുള്ള ചാർജിൻ്റെ വെലോസിറ്റിയും അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കണ്ടീഷനാണ്. അപ്പോൾ when V and B are perpendicular, then the charged particle moves in സർക്കുലാർ പാത്തിലായിരിക്കും മൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ക്യൂ എന്നുള്ള ചാർജ് വി എന്നുള്ള വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് ബോർഡിൻ്റെ ഉള്ളിലേക്കാണ്, ചാർജ് ഇങ്ങോട്ടാണ്. അങ്ങനെ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആവുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും അവിടെ. അങ്ങനെയുള്ളൊരു കേസിൽ ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഒരു സർക്കുലാർ പാത്തിലായിരിക്കും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട വേറൊരു കാര്യം, വെൻ തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് പാരലൽ ആയിട്ടാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ തീറ്റ ഈക്വൽ ടു 0 ആയിരിക്കും. ആ സമയത്ത് അവിടെയുള്ള മോഷൻ എങ്ങനെയായിരിക്കും? വെൻ തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി ക്യൂ, അതായത് ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് ഇൻ ലീനിയർ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുക. ലീനിയർ എന്നാൽ നേരെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുക. ഓക്കെ, ഇനി തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആകുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? വെൻ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ക്യൂ മൂവ്സ്. അപ്പോൾ ക്യൂ എങ്ങനെയാണ് മൂവ് ചെയ്യുക? ക്യൂ മൂവ്സ് ഇൻ സർക്കുലാർ ആയിരിക്കും. അപ്പോൾ തീറ്റ ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ F ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി അല്ലേ. നമ്മൾ ലോറൻസ് ഫോഴ്സിൽ രണ്ടും കൂടി പ്ലസ് ചെയ്തിട്ടാണ് പഠിച്ച്, ക്യൂ ഇ പ്ലസ് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് FM. ഓക്കെ, അപ്പോൾ ഇവിടെ തീറ്റ ഈക്വൽ ടു 0 ആവുമ്പോൾ നമ്മൾക്കറിയാം ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ AB സൈൻ തീറ്റയാണ്. അപ്പോൾ വി ക്രോസ് ബി എന്ന് പറഞ്ഞാൽ VB സൈൻ തീറ്റ. ഈ തീറ്റ 0 ആണെങ്കിൽ സൈൻ 0, QVB സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫോഴ്സ് 0 ആയിരിക്കും. അപ്പോൾ ആ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? നേരെ V എന്നുള്ള വെലോസിറ്റിയിൽ അതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലീനിയർ പാത്തിൽ മൂവ് ചെയ്യും. ഓക്കെ, ഇനി തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആകുമ്പോഴോ? അപ്പോൾ ഇവിടെ എന്തായിരിക്കും? തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആകുന്ന സമയത്ത് QVB സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. സൈൻ 90 1 ആകുമ്പോൾ ഫോഴ്സ് എന്തായിരിക്കും? Q ഇൻറ്റു VB, F ഈക്വൽ ടു QVB. അപ്പോൾ ഇത് തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആകുമ്പോൾ. അതേപോലെ ഇതെന്താണ്? തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി ആകുമ്പോൾ ഉള്ളതാണ് ഇത്. ഓക്കെ, അപ്പോൾ തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി ആകുമ്പോൾ ചാർജ് മൂവ് ചെയ്യുന്നത് ലീനിയർ ആയിട്ടായിരിക്കും. തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആകുമ്പോൾ ചാർജ് മൂവ് ചെയ്യുന്നത് സർക്കുലാർ ആയിരിക്കും.
ഓക്കെ, അവിടെ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി അതുപോലെ തന്നെ അടുത്ത കേസ് നമ്മൾ പറയുന്നത്, ചില സമയങ്ങളിൽ തീറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ 0 and 90. ഇവിടെ നമ്മൾ പറഞ്ഞത് തീറ്റ 0 ആയിരിക്കുമ്പോൾ ഉള്ളതും തീറ്റ 90 ആയിരിക്കുമ്പോഴാണ്. ഇനി അഥവാ ഒരു കേസിൽ വെൻ തീറ്റ ഈക്വൽ ടു തീറ്റ ഈസ് ബിറ്റ്വീൻ 0 and 90 ഡിഗ്രി, തീറ്റ 0-ൻ്റെയും 90-ൻ്റെയും ഇടയിലാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കമ്പൈൻഡ് മോഷൻ ആയിരിക്കും. അതായത് ലീനിയറും അതുപോലെ സർക്കുലറും കമ്പൈൻഡ് ആയിട്ട്. ലീനിയർ എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് അല്ലേ, സർക്കുലർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കമ്പൈൻ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ മുന്നോട്ട് ലീനിയറായിട്ട് പോവുകയും ചെയ്യും, അതിൻ്റെ കൂടെ സർക്കുലർ പാത്തിലായിരിക്കും മൂവ് ചെയ്യുക. ഇതിനെ നമ്മൾ പറയുന്നതാണ് ഹെലിക്കൽ ഷേപ്പ്. ക്യൂ മൂവ്സ് ഇൻ ഹെലിക്കൽ ഷേപ്പ്. ഹെലിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ സ്പൈറൽ ഷേപ്പ് എന്നൊക്കെ പറയും, സ്പൈറൽ. അപ്പോൾ തീറ്റ 0 ആയിരിക്കുമ്പോൾ ലീനിയർ മോഷൻ ആയിരിക്കും, തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ സർക്കുലർ മോഷൻ ആയിരിക്കും. ഓക്കെ, ഇനി തീറ്റ 0-ൻ്റെയും 90-യുടെയും ഇടയിലാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യും, ലീനിയറും സർക്കുലറും കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു നമ്മുടെ സ്പൈറൽ ഷേപ്പിൽ അല്ലെങ്കിൽ ഹെലിക്കൽ ഷേപ്പിലായിരിക്കും മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കുക. ഇനി ഇവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഓർത്ത് വെക്കേണ്ട കാര്യം ഇതാ ഫസ്റ്റ് പറഞ്ഞ വെൻ വി ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ ദെൻ ദി ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് ഇൻ സർക്കുലർ പാത്ത്. ആ പോയിന്റ് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കുക. അവിടെ പറയുന്നത് എന്താ? ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ക്യൂ എന്നുള്ളൊരു ചാർജ് അതൊരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായി മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് വി എന്നുള്ള വെലോസിറ്റിയിലും കൂടെയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അത് മൂവ് ചെയ്യുന്ന ഒരു സർക്കുലർ പാത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രത്യേകം ഓർത്ത് വെക്കേണ്ട പോയിൻ്റാണ് വെൻ ദി ചാർജ്ഡ് പാർട്ടിക്കിൾ ഓഫ് വെലോസിറ്റി വി വിച്ച് മൂവ്സ് പെർപെൻഡിക്കുലർ against a magnetic field then the charged particle q moves in circular path. അവിടെ തീറ്റ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കേസിൽ ഇനി നമ്മൾ പറഞ്ഞ ഈ കേസ്, അതായത് നമ്മൾ പറഞ്ഞ കേസ് എന്താണ്? when v velocity and magnetic field are perpendicular, ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ ക്യൂ എങ്ങനെ മൂവ് ചെയ്യുന്നത്? സർക്കുലർ പാത്തിലാണ്. ക്യൂ മൂവ്സ് ഇൻ സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചാർജ് മൂവ് ചെയ്യുന്നത് സർക്കുലർ പാത്തിലായിരിക്കും. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് വെൻ എ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ സർക്കുലർ പാത്തിൽ ഒരു സർക്കിളിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ, ഒരു ഒബ്ജക്റ്റ്, ഒരു ബോഡി, അതിനെന്തുണ്ടായിരിക്കും? അതിന് ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. ഏതൊരു വസ്തു ആണെങ്കിലും, ഇപ്പോൾ സൂര്യന് ചുറ്റും ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു സർക്കുലർ പാത്തിലാണ്. അപ്പോൾ അതിനെന്തുണ്ട്? നമ്മളെ എർത്തിന് ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട്. ആ സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് എന്ത്? mv²/r, F = mv²/r. സർക്കുലർ പാത്തിലാവുമ്പോൾ റേഡിയസ് ഉണ്ടാവും, അതാണ് r. അതിൻ്റെ മാസാണ് m. v എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ q എന്നുള്ള ചാർജ് മൂവ് ചെയ്യുമ്പോൾ അതിന് ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട്, കാരണം സർക്കുലർ പാത്തിലായതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഉണ്ട് അല്ലേ. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് നമ്മൾക്കറിയാം F = Q × V × B അല്ലേ. തീറ്റ = 90 ഡിഗ്രിയാണ് പെർപെൻഡിക്കുലർ ആകുമ്പോൾ. വിക്ക് പെർപെൻഡിക്കുലർ ആണ് ബി അല്ലേ, അല്ലെങ്കിൽ ബിക്ക് പെർപെൻഡിക്കുലർ ആണ് ബി. അപ്പോൾ ഇവിടെ V × B എന്ന് പറഞ്ഞാൽ എന്താണ്? QVB sin തീറ്റ എന്ന് പറഞ്ഞാൽ sin 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമ്മൾക്ക് ഫോഴ്സ് F = QVB അല്ലേ.
QVB. ഇതാണ് എന്ത്? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അവിടെ എന്തുണ്ട്? ഒരു സർക്കുലർ പാത്തിലായതുകൊണ്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. mv²/r ഇതിന് ഈക്വൽ ആയിരിക്കും. ഇത് നമ്മൾ സാധാരണ ഇങ്ങനത്തെ കണ്ടീഷൻസ് ഉപയോഗിക്കാറുണ്ട്. കാരണം രണ്ടും ഒരേ കേസിൽ വരുന്നതാണ്. സെൻട്രിപെറ്റൽ ഫോഴ്സും മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും Q എന്നുള്ള ആ ചാർജിന് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം? v² ഒരു വിയും ഈ വിയും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് റേഡിയസ് ഓഫ് സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത് നമ്മൾക്ക് എന്ത് കാണാം? ആറിനപ്പുറം കൊണ്ടുവരിക, ക്രോസ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ r = ആറിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ QB എന്നുള്ളത് ഇങ്ങോട്ട് നേരെ ക്രോസ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ MV മുകളിലുണ്ട്, ഇനി Q × B ഇങ്ങോട്ട് നേരെ ക്രോസ് ആയിട്ട് താഴോട്ട് വരും, Q × B. r = mv/QB. ഇതാണ് ഈ സർക്കുലർ പാത്തിൻ്റെ റേഡിയസിൻ്റെ ഇക്വേഷൻ. ഇനി അതുപോലെ തന്നെ പീരിയഡ് ആണെങ്കിലോ? പീരിയഡ്, കാരണം ഇത് റിവോൾവ് ചെയ്യുമ്പോൾ ഈ ചാർജ് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊരു പീരിയഡ് ഉണ്ട്. പീരിയഡ് എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ഫോർ 1 റെവല്യൂഷൻ അല്ലേ? അപ്പോൾ പീരിയഡിൻ്റെ ഇക്വേഷന് നമ്മൾക്കറിയാം, ഒരു സർക്കുലർ മോഷനിലാണെങ്കിൽ T = 2πr / V അല്ലേ? ഇവിടെ നമ്മൾക്കറിയാം വെലോസിറ്റി = ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലേ? അപ്പോൾ ടൈം = എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി. വെലോസിറ്റി = ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ടൈം = എന്താവും? ടൈം ഇങ്ങോട്ട് വരിക, വെലോസിറ്റി ഇങ്ങോട്ട് വരിക അല്ലേ? ടൈം = ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 2πr ആണ്. കാരണം സർക്കുലർ പാത്തിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 2πr ആണ്. അപ്പോൾ ഇനി ഞാനിവിടെ ചെയ്യുന്നത് 2π / V അതുപോലെ തന്നെ എഴുതി. r എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആറിന് പകരം ഞാൻ mv/QB. ഈ വിയും ക്യാൻസൽ ചെയ്യാം അല്ലേ? അപ്പോൾ T = എന്ത് കിട്ടി? ഇവിടെ 2π × m 2πm / QB. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് പീരിയഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് സർക്കുലർ മോഷൻ ഓഫ് ദി ചാർജ്, ആ ചാർജ് മൂവ് ചെയ്യുന്ന Q എന്നുള്ള ചാർജ് മൂവ് ചെയ്യുന്ന അതിൻ്റെ പീരിയഡ് T = 2πm/QB എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ പീരിയഡ് കിട്ടിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി കാണാൻ എളുപ്പമാണ് അല്ലേ? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, ഇറ്റ് ഈസ് ദി റെസിപ്രോക്കൽ ഓഫ് ഫ്രീക്വൻസി = റെസിപ്രോക്കൽ ഓഫ് പീരിയഡ്. പീരിയഡിൻ്റെ റെസിപ്രോക്കലാണ് ഫ്രീക്വൻസി അല്ലേ? അപ്പോൾ F = 1/T. ഇവിടെ T = 2πm/QB ആണ്. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ നമ്മൾക്ക് എന്ത് എഴുതാം? QB / 2πm. ഓക്കെ, ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സൈക്ലോട്രോൺ ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസിയുടെ ഇക്വേഷനാണ് F = QB / 2πm. ഈ സൈക്ലോട്രോൺ എന്താണെന്നുള്ളത് നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കും.